ഹലോ ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ ഇന്നത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പൊളിയാണ് മക്കളെ. ആരും കാണാൻ മറക്കണ്ട കേട്ടോ. ഞാൻ അതിലെ അടിപൊളി സീക്വൻസ് മാത്രം 3 പാർട്ടായിട്ട് വിടുന്നുണ്ടേ. അപ്പം എല്ലാവരും കാണുമല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ റൂമിലേക്ക് വരികയാണ്. കയ്യിൽ അശ്വിൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അശ്വിൻ സാറ് തിരക്കിലാണോ? ഇറ്റ്സ് ഓക്കെ, എന്താ കാര്യം പറഞ്ഞോ എന്ന് പറയട്ടോ അശ്വിൻ. അതെ, ഇവിടെ അടുത്തുള്ളവർ ഒരു ക്യൂട്ട് ബേബി കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിലേക്ക് വേണ്ടി ഒരു ഫോട്ടോ അയക്കാനായിരുന്നു. അതിനിപ്പോൾ ഇവിടെ ഏത് ബേബിയാ അങ്ങനെയുള്ളതെന്ന് ചോദിക്കാട്ടോ അശ്വിൻ. ഫോട്ടോ ഒക്കെ എൻ്റെ അടുത്തുണ്ട്, അത് അയക്കാൻ കൊള്ളാവോ എന്ന് സാറ് നോക്കിയാ പറയേണ്ടത്. ആരുടെ ബേബിയാ? അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ബേബിയാണ്, ക്യൂട്ട് ബേബിയാണ് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയും, അതിപ്പോൾ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ, എങ്കിൽ പിന്നെ ഇതൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞിട്ട് ശ്രുതി കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഫോട്ടോസ്. അത് കണ്ട് നമ്മുടെ അശ്വിൻ ആകെ അന്തം വിട്ടു പോവാണ് കേട്ടോ. ഈ ഫോട്ടോ നിനക്ക് എവിടുന്ന് കിട്ടിയത് എവിടെന്നെങ്കിലും ആവട്ടെ, ഇത് കോൺടെസ്റ്റിന് അയച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയും. താൻ ചുമ്മാ തമാശ കളിക്കല്ലേ കേട്ടോ, തനിക്കത് എവിടുന്ന് കിട്ടിയെന്ന് പറ, താനിങ്ങനെ തന്നെ അതൊക്കെ തരാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയും, എന്താ ഒരു നിഷ്കളങ്കത, ഈ കുട്ടി വളർന്നാണ് ഇത്രയും വലിയ ദുശാഠ്യക്കാരനും മുൻശുണ്ടിക്കാരനൊക്കെ ആയതെന്ന് ആര് കണ്ടാലും പറയില്ല, കണ്ടാൽ തന്നെ അറിയാം ഒരു കള്ള ലക്ഷണമുണ്ട് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ അശ്വിൻ പറയും, താൻ കൂടുതൽ കമന്റ്സ് ഒന്നും പറയണ്ട, ആ ഫോട്ടോ ഇങ്ങ് തരാനാ പറഞ്ഞത്. എന്തിനാ ഇപ്പോൾ ഫോട്ടോ? ഇത് എൻ്റെ ഇരുന്നോട്ടെ എന്ന് ശ്രുതി പറയുമ്പോൾ, അത് തരാനൊന്നും പറ്റില്ല, അത് തരാനാ പറഞ്ഞ ശ്രുതി. ഇല്ലില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ, ഇത് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതുകൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. തനിക്ക് എന്താവശ്യമാ? ഇതിന് കിട്ടുമെന്ന് വിചാരിക്കണ്ട എന്നും പറഞ്ഞ്, എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ അശ്വിനും പിറകെ ഓടുകയാണ് കേട്ടോ. അടുത്ത് വരരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഈ ഫോട്ടോ കീറു കേട്ടോ, സൂക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വിടുമ്പോഴേക്കും ശ്രുതി ചെന്ന് കട്ടിലിൽ കയറുകയാണേ. അടുത്ത് വരരുത് ശ്രുതി, നിനക്ക് ആ ഫോട്ടോ ഇട്ടിട്ട് എന്ത് ചെയ്യാനാ? നീ അതിങ്ങ് തന്നെ. ഇല്ല, തരില്ല. പിന്നെ ആ ഫോട്ടോ നോക്കിയിട്ട് അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. എന്തൊരു കോലാന്ന് ചോദിക്കുകയാണ് അശ്വിനോട്. ശ്രുതി, നിന്നോട് പറഞ്ഞ ശ്രുതി അതിങ്ങ് തരാൻ. ഇല്ല, തരില്ല എന്നും പറഞ്ഞ് വീണ്ടും നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അശ്വിനും കൂടെ കട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ അതൊരു സിംഗിൾ കട്ടിലല്ല കേട്ടോ, ഡബിളാണേ. അങ്ങനെ 2 പേരും കൂടി പിടിവലി ആവുമ്പോഴേക്കും ആ 2 കട്ടിലും കൂടെ നീങ്ങി പോവാണേ. അങ്ങനെ 2ഉം കൂടി താഴോട്ട് വീഴാണ്. ശ്രുതി ആദ്യം വീഴുന്നുണ്ട്, പിന്നെയാണ് കേട്ടോ അശ്വിൻ വീഴുന്നത്. അശ്വിൻ വീഴുന്നതാണെങ്കിൽ ശ്രുതിയുടെ കാലിന്റെ ഭാഗത്തേക്കായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ മനോരമ അങ്ങ് എത്തുകയാണ് കേട്ടോ. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടെ, ബിഗ് സൗണ്ട്. അത് പിന്നെ ഈ കട്ടിൽ 2ഉം തെന്നി മാറിയതാന്ന് പറയട്ടോ അശ്വിൻ. ഇതൊരു ഫാമിലി ബെഡ് ആക്കിയാ പോരായിരുന്നോ, എങ്കിൽ പിന്നെ തെന്നി മാറില്ലായിരുന്നല്ലോ. ഇത്രയും വലിയ സൗണ്ട് കേട്ട ആരെ പേടിക്കാത്തത് എന്നും പറഞ്ഞ് 2നെയും മാറി നോക്കിയിട്ട് നമ്മുടെ മനോരമ അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ മനോരമ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതിയും അശ്വനും കൂടി ഒരു ചമ്മിയ ചിരിയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ആരും ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അവസാനം വരെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബൈ.